രാത്രിയാകുമ്പോൾ നമ്മുടെ കുടുംബത്തില് നമ്മുടെ അപ്പനുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഒരു ബലമാണ്. പേടി നമുക്ക് കുറവായിരിക്കും. അല്ലെങ്കിൽ ആ കുടുംബത്തിലെ അമ്മ അവിടെയുണ്ട്, അമ്മ അടുത്തുണ്ട്, അമ്മയുണ്ടെങ്കിൽ മക്കൾക്കൊരു പേടി കുറവുണ്ട്. അതുപോലെ ഭർത്താവ് അവിടെയുണ്ടെങ്കിൽ ഭാര്യയ്ക്കും ഒരു പേടി ഉണ്ടാകില്ല. അല്ലെങ്കിൽ നമ്മൾ പല സമയം പോയി നോക്കും, വാതിലൊക്കെ അടച്ചിട്ടുണ്ട്, സുരക്ഷിതമാണോ എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ നോക്കിയിട്ട് കിടക്കാം. 2-3 തവണയൊക്കെ നോക്കി ജനലുകളൊക്കെ അടച്ച് സുരക്ഷിതമാക്കും. എന്നെ സുരക്ഷിതനാക്കുന്ന കർത്താവ് എൻ്റെ കൂടെയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം കടലിലൂടെ യാത്ര ചെയ്തപ്പോൾ തിരമാലകളാൽ അവർ ഭയപ്പെട്ടു. ആ ഭയപ്പെട്ടപ്പോൾ അവർക്ക് വിളിച്ചു പറയാനുള്ള കർത്താവ് അവരുടെ കൂടെയുണ്ടായിരുന്നു, അമരത്തുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളതാണ്. എനിക്ക് എന്ത് വന്നു കഴിഞ്ഞാലും ഒന്ന് സ്വരമുയർത്തി വിളിക്കാൻ, കണ്ണുകളുയർത്തി നോക്കുന്ന അത്രയും സ്പേസിൽ എൻ്റെ കർത്താവ് ഉണ്ടാവും. ആ കർത്താവിനെ വിളിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും ഒരു ആഴമായ ബന്ധം എനിക്കുണ്ടോ? ഞങ്ങൾ നശിക്കാൻ പോകുന്നു. നീ ഇത് കാണുന്നില്ലേ? കുടുംബത്തിൽ ഏതെങ്കിലും വേദന വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിഷമം വരുമ്പോൾ, ജീവിതത്തിൽ നമ്മൾ തകർന്നു നിൽക്കുമ്പോൾ, നിരാശപ്പെട്ട് നിൽക്കുമ്പോൾ, എനിക്ക് എൻ്റെ ദൈവത്തെ വിളിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത്രയും ഒരു അടുപ്പം, എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു അടുപ്പം എൻ്റെ കർത്താവുമായിട്ട് എനിക്കുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യാം. എൻ്റെ കുടുംബത്തിനുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യാം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് എനിക്ക് ഏത് വേദനയിലും പ്രതിസന്ധിയിലും ധൈര്യത്തോടെ നിൽക്കാൻ എനിക്ക് പറ്റുള്ളൂ. എനിക്ക് ഉറപ്പോടുകൂടി നിൽക്കാൻ പറ്റും. കാരണം എനിക്ക് കർത്താവുണ്ട്. ആ ധൈര്യമാണ് എന്നെ ഉറപ്പ് നൽകുന്നത്. എനിക്ക് എൻ്റെ ദൈവമുണ്ട്.